എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആറ്റംബർഗ് BLDC ഫാൻ്റെ വാറണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ടെക്നീഷ്യൻ എത്ര ദിവസം കൊണ്ട് വരുന്നുണ്ട്, എങ്ങനെ അവർ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നുണ്ട്, അവരെ കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. BLDC ഫാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനലിൽ പഴയകാല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സോളാർ വെക്കേണ്ട തന്നെ എങ്ങനെ കറണ്ട് ബില്ല് കുറയ്ക്കാം എന്നുള്ളൊരു മാർഗ്ഗമാണ് BLDC ഫാനിലേക്ക് മാറുക എന്നുള്ളൊരു കാര്യം. ആറ്റംബർഗിൻ്റെ ഫാൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ടെക്നീഷ്യൻ വരുന്ന കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും ആറ്റംബർഗിൽ നിന്ന് നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ടെക്നീഷ്യൻ നമ്മളെ വിളിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ നമ്മുടെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിൽ ഏകദേശം 4ാമത്തെ വർക്കിംഗ് ഡേയിലാണ് ടെക്നീഷ്യൻ വന്നത്. എൻ്റെ വീട്ടിൽ വന്ന തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ്റെ മോട്ടറിനകത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു മോട്ടറായിട്ടാണ് വന്നത്. പഴയ മോട്ടർ മാറ്റിയിട്ട് പുതിയ മോട്ടർ വെച്ചു, പ്രശ്നം പരിഹരിച്ചു. BLDC ഫാനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു തകരാറാണ് അതിൻ്റെ അകത്തിരിക്കുന്ന ഇലക്ട്രോണിക്സ് ബോർഡ് കംപ്ലൈൻ്റ് ആകുന്നത്. അതിപ്പോൾ ഇടിവെട്ടി കത്തിപ്പോയി കഴിഞ്ഞാലും ഏത് കമ്പനി ആണെങ്കിലും വാറണ്ടി ടൈമിൽ ഫ്രീ ആയിട്ട് മാറി കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും കമ്പനി മാറി തന്നില്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് BLDC ഫാൻ മേടിക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ വരുന്നത് BLDC ഫാനിൽ ഇതിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് വരാം. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ പവർ കുറയാം. അങ്ങനെയുള്ള കുറച്ച് കംപ്ലൈൻറ്റും BLDC ഫാനിൽ വരുന്നുണ്ട്. മെയിനായിട്ടും ആദ്യം പറഞ്ഞ കൊണ്ട് തന്നെ ഇതിനകത്ത് ബോർഡ് കംപ്ലൈൻ്റാണ്. ഇനി നമുക്ക് ആറ്റംബർഗിൽ എങ്ങനെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആറ്റംബർഗ് വെബ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിലേക്ക് നമ്മൾ കയറുന്നു. അവിടെ രജിസ്റ്റർ ന്യൂ കംപ്ലൈൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫാനിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഞാനവിടെ നോക്കിയപ്പോൾ എനിക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ രജിസ്ട്രേഷൻ സംഭവങ്ങൾ നിർത്തിയിട്ട് അടുത്തതായിട്ട് വേറെ ഒരു മാർഗ്ഗത്തിലേക്ക് പോയി. അടുത്തൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വാട്സപ്പ് നമ്പറുണ്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ചാറ്റൊന്ന് കൊടുക്കുക. ചാറ്റൊന്ന് കൊടുത്തു കഴിയുമ്പോൾ ആരെങ്കിലും കമ്പനിയുടെ ഒരു ടീം നമ്മുടെ ചാറ്റിങ്ങിന് വരുന്നു. നമ്മൾ സീരിയൽ നമ്പറും നമ്മുടെ ഫാനിൻ്റെ കംപ്ലൈൻറ്റൊക്കെ വെച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അയച്ചു തരുന്നു. അതിനുശേഷം ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വരുന്നു, ഫാനിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. വാട്സപ്പ് വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി. വാട്സപ്പ് കയറി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷനിൽ ആദ്യം വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതല്ലാണ്ട് അതിനകത്ത് കാണിക്കുന്ന മറ്റ് ഓപ്ഷനൊന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും വരില്ല. ചാറ്റ് സെലക്ട് ചെയ്താൽ മതി. എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.